ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ച, അതായത് നാളെ വ്യാഴം, മറ്റന്നാൾ വെള്ളി എന്നിങ്ങനെ 2 ദിവസങ്ങളിലായി വിവിധ ഭാഷകളായി ഒട്ടനവധി സിനിമകളാണ് തിയേറ്റർ റിലീസായി എത്തിച്ചേരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട മലയാള സിനിമ മമ്മൂട്ടി കമ്പനിയുടെ മറൽ മമ്മൂട്ടി നിർമ്മിച്ച് നവാഗതനായ ജിതിൻ കെ ജോസ് തിരക്കഥയിൽ സംവിധാനം ചെയ്യുന്ന കളങ്കാവൾ തന്നെയാണ്. ഈ സിനിമയുടെ കേരളത്തിലെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചത് തിങ്കളാഴ്ച രാവിലെയോടെയായിരുന്നു. മമ്മൂട്ടി, വിനായകൻ, രജീഷ വിജയൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയിൽ മമ്മൂട്ടി നായികയായി 21 നടിമാരാണ് എത്തുന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇനി സിനിമ കാണുമ്പോൾ അറിയാം എത്ര പേരുണ്ടെന്ന്. എന്തായാലും ഇനി നാളെ വ്യാഴാഴ്ച ഒരു ദിവസം ബാക്കി നിൽക്കെ അഡ്വാൻസ് ബുക്കിംഗ് പുരോഗമിക്കുമ്പോൾ ഇന്ന് രാവിലെയോടെ കേരളത്തിൽ 1,10,00,000 രൂപ വരെ എത്തിച്ചേർന്ന ഈ സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ വൈകിട്ട് 5 മണിയോടെ മമ്മൂട്ടി കമ്പനിയുടെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പ്രകാരം 1,25,00,000 രൂപയിലേക്ക് എത്തിച്ചേർന്നിരുന്നു. രാത്രി 10 മണിയോടെ വന്ന അപ്ഡേറ്റ് പ്രകാരം ഈ സിനിമയുടെ കേരളത്തിലെ പ്രീസെയിൽ കളക്ഷൻ 1,50,00,000 മറികടന്നിട്ടുണ്ട്. വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ 2,40,00,000 രൂപയിലും എത്തിച്ചേർന്നിട്ടുണ്ട്. നാളെ വ്യാഴാഴ്ചയോടെ കേരളത്തിലെ പ്രീസെയിൽ കളക്ഷൻ 2 കോടിക്ക് മുകളിലും വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ 3-3.5 കോടി റേഞ്ചിലും എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ചിത്രത്തിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ പുറത്തു വരുമ്പോൾ GCC ഓവർസീസ് വിതരണാവകാശം ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസിനും കേരള വിതരണാവകാശം വേഫർ ഫിലിംസിനുമാണ്. തമിഴ്നാട്ടിൽ ഫ്യൂച്ചർ റാമ്പ്, കർണാടകയിൽ ലൈറ്റർ ബുദ്ധ, ആന്ധ്ര തെലങ്കാനയിൽ സിത്താര എന്റർടൈൻമെന്റ്, നോർത്ത് ഇന്ത്യയിൽ പെൻ മരുതൂർ എന്നിങ്ങനെയാണ് കളങ്കാവലിന്റെ ഡിസ്ട്രിബ്യൂഷൻ സംബന്ധമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. നാളെ ഡിസംബർ 4 വ്യാഴാഴ്ച തിയേറ്ററിലെത്തുന്ന മലയാള സിനിമയാണ് മധുര കണക്ക്. ഹരീഷ് പേരടി, നസീർ NM എന്നിവർ നിർമ്മിച്ച ഈ സിനിമ രാധേശ്യാമാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇന്ദ്രൻസ്, ഹരീഷ് പേരടി, ഹരീഷ് കണാരൻ, വിഷ്ണു പേരടി, നിഷ സാരംഗ്, അമിന നിജാം എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് A. ശാന്തകുമാറാണ്. എൽദോ ഐസക് സിനിമോട്ടോഗ്രാഫിയും അയൂബ് ഖാൻ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. പ്രകാശ് അലക്സ് ആണ് ഈ സിനിമയ്ക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ഇനി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മലയാളം ഉൾപ്പെടെ വിവിധ സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ നവംബർ 21 വെള്ളിയാഴ്ച തിയേറ്ററിൽ നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരിക്കുന്ന മലയാള സിനിമയാണ് എക്കോ. ചിത്രം 12-ാം ദിവസം ഏതായാലും ചൊവ്വാഴ്ച കേരളത്തിൽ 69 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 18,84,00,000 രൂപയാണ് 12 ദിവസത്തെ കേരള കളക്ഷൻ. 13-ാം ദിവസമായിരുന്ന ബുധനാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 60-65 ലക്ഷം റേഞ്ചിൽ തന്നെയാണ്. അങ്ങനെ 13 ദിവസം കൊണ്ട് കേരളത്തിൽ 38,25,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ 13 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 31 കോടി റേഞ്ചിലുമാണ്. പൃഥ്വിരാജ് നായകനായി നവാഗതനായ ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത് നവംബർ 21 തിയേറ്ററിലെത്തി നിലവിൽ പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞ മലയാള സിനിമയാണ് വിലായത്ത് ബുദ്ധ. ഈ സിനിമ 12-ാം ദിവസം എന്നുള്ള ചൊവ്വാഴ്ച കേരളത്തിൽ 8,30,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 5,26,00,000 രൂപയാണ് ഈ സിനിമയുടെ 12 ദിവസത്തെ കേരള കളക്ഷൻ. 13-ാം ദിവസമായി ഇന്ന് ബുധനാഴ്ചയും ഈ സിനിമയുടെ കേരള കളക്ഷൻ 7-8 ലക്ഷം റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വിലായത്ത് ബുദ്ധ 13 ദിവസം കൊണ്ട് 5,33,00,000 റേഞ്ചിലാണ് കേരളത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 8.5-9 കോടി റേഞ്ചിൽ തന്നെയാണ്. പ്രണവ് മോഹൻലാൽ നായകനായി രാഹുൽ സദാശിവൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 31 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ മലയാള സിനിമയാണ് DS ഹീറേ. ഈ സിനിമ 33-ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 1,10,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 37,66,00,000 രൂപയാണ് 33 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ സ്വന്തമാക്കിയത്. 34-ാം ദിവസമായ ഇന്ന് ബുധനാഴ്ചയും ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1 ലക്ഷം റേഞ്ചിൽ തന്നെയാണ്. അങ്ങനെ 34 ദിവസം കൊണ്ട് കേരളത്തിൽ 37,67,00,000 രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 82,21,00,000 റേഞ്ചിലുമാണ്. നിലവിൽ മികച്ച ട്രെൻഡിംഗ് നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് തേരെ ഇഷ്ക് മേം. ധനുഷ് നായകനായി ആനന്ദൽ റായ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ കൃതി സനോൻ, പ്രകാശ് രാജ് എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ഒരു റൊമാന്റിക് മ്യൂസിക് എന്റർടൈനർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമ തമിഴിനെ അപേക്ഷിച്ച് ഹിന്ദിയിൽ വമ്പൻ തരംഗമായി മാറിയിരിക്കുകയാണ്. കേരളത്തിൽ ഈ സിനിമ 5-ാം ദിവസം എന്നുള്ള ചൊവ്വാഴ്ച 3,55,000 രൂപയാണ് കളക്ട് ചെയ്യുന്നത്. അങ്ങനെ 5 ദിവസം കൊണ്ട് കേരളത്തിൽ 35 ലക്ഷം രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായ 5 ദിവസം കൊണ്ട് 84,50,00,000 രൂപയും വിദേശ കളക്ഷനായി 8 കോടി രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ടോട്ടൽ 5 ദിവസം കൊണ്ട് 92,50,00,000 രൂപയാണ് ലോകമെമ്പാടുമായി സ്വന്തമാക്കിയിട്ടുള്ളത്. 6-ാം ദിവസമായ ഇന്ന് ബുധനാഴ്ച ഈ സിനിമയുടെ കളക്ഷൻ ഇന്നലത്തെ അപേക്ഷിച്ച് അല്പം പുറകോട്ട് പോയിട്ടുണ്ട്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 9 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 6 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 101 കോടിയുടെ രൂപ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ഈ സിനിമകളെ കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.